വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, ക്രൈസ്തവരിലെ പിന്നാക്കക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാമെന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് JB കോശി അധ്യക്ഷനായ കമ്മീഷനാണ്. ആ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് ഏറെക്കുറെ നാളുകളായി വാർത്തയിൽ ഉണ്ടായിരുന്നതാണ്. കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് വിവിധ ക്രൈസ്തവ സഭകൾ, KCBC തന്നെ പലതവണ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിയോട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. KLC ആകട്ടെ, കേരള കാത്തലിക് ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആകട്ടെ ഒരു പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ വിമർശനം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ക്രൈസ്തവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ അമാന്തം കാണിക്കുന്നു എന്ന ചോദ്യമാണ് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിനെ ചൊല്ലി സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് എത്രയും വേഗം റിപ്പോർട്ട് നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഒരുപക്ഷെ അത് സാങ്കേതിക നടപടിയാണെങ്കിൽ കൂടി അതിന് രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നീക്കമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വകുപ്പ് സെക്രട്ടറിമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷേ സമയക്രമം കാരണം അത് നടന്നില്ല. ഉടൻ തന്നെ അടുത്ത യോഗം ചേരുമെന്ന വിവരമാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചീഫ് സെക്രട്ടറി അടക്കം വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ഈ റിപ്പോർട്ട് എങ്ങനെയൊക്കെ നടപ്പാക്കാം, 2017 മെയ് മാസത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് ഓർക്കുക. 2 വർഷത്തോടടുക്കുമ്പോഴും റിപ്പോർട്ട് നടപ്പായില്ല എന്നത് ക്രൈസ്തവ സഭകളുടെ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പലതവണ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയാൽ വകുപ്പ് സെക്രട്ടറിമാരോടും വകുപ്പുകളോടും ഈ റിപ്പോർട്ടിൽ ഏതൊക്കെ ഭാഗങ്ങൾ നടപ്പാക്കാം, എങ്ങനെയൊക്കെ നടപ്പാക്കാം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ 33 വകുപ്പുകളോട് അഭിപ്രായം ചോദിച്ചതിൽ 10 വകുപ്പുകൾ 2 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ അഭിപ്രായം അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു വീഴ്ച കൂടി അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. അത് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മുഖ്യമന്ത്രിയും സർക്കാരും കാണുകയും ചെയ്യുന്നു. അരുൺ, അത് മാത്രമല്ല, ക്രൈസ്തവ സഭകളിലേക്ക് BJP നുഴഞ്ഞുകയറ്റം നടത്തുന്നതിനിടയിലാണ് ശ്രദ്ധേയമായിട്ടുള്ള ഈ നീക്കം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ കൂടി ലക്ഷ്യമിട്ടാവണം അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം. കാരണം ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് സർക്കാരിന് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടിയാണ്. BJP ക്രൈസ്തവ സഭകളെ, പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, പ്രധാനമന്ത്രി ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ കാണുന്നു. ജോർജ് കുര്യന്റെ വീട്ടിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെയും ഒരു സംഗമത്തിന് വേദിയൊരുക്കുന്നു. ആ നിലയിൽ കൂടി സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ക്രൈസ്തവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന ആശങ്കയുണ്ട്. BJPക്ക് സ്വാധീനം ക്രൈസ്തവരിൽ ഉണ്ടാകുന്നതിൽ LDFന് CPMന് ആശങ്കയുണ്ട്. ഇതൊക്കെ കൂടി കണക്കിലെടുത്ത് ആണ് ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ സഭകളുടെ ആവശ്യം അംഗീകരിക്കുന്നതിലേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ആദിൽ പാലോട്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞില്ല ആദിൽ പാലോട്. എന്തായാലും കുഞ്ഞിന്റെ അമ്മ എടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കൂ. ഈ വാർത്ത ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതിൽ ആശുപത്രിയുടെ പരിസരത്ത് നിന്നും ലൈവ് നൽകിയത്. താങ്ക് യു അതിൽ. മാത്രമല്ല, അതിൽ ഈ ഒരു അവസ്ഥയിലൂടെ പോവുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ഡൽഹിയിലായിരുന്നു കുറച്ചു കാലം ആദിൽ പാലോട്. അവസാന നിമിഷമൊക്കെ എനിക്ക് തോന്നുന്നു വൈഫിൻ്റെയൊക്കെ ഒപ്പം ഇരിക്കാൻ കുറച്ച് സമയം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് കേരളത്തിലുണ്ട് അതിൽ. കിട്ടി. അതെ അരുൺ, സന്തോഷം. ജീവിതത്തിൽ തന്നെ വലിയ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ്. തീർച്ചയായിട്ടും ആദിലിന്റെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദിലിനെ സന്തോഷിക്കാം. ആദിലിന് വേണ്ടി ചിരിക്കുന്ന, ആദിൽ ലോകത്തിന് വേണ്ടി ചിരിക്കുന്ന ഒരു കുഞ്ഞ് ആദിലിന് പിറന്നിരിക്കുന്നു എന്നൊരു സന്തോഷം ഒരിക്കൽ കൂടി നമ്മൾ പങ്കിടുകയാണ്. താങ്ക് യു ആദിൽ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. വൈഫിനോടും അന്വേഷണം പറയൂ. താങ്ക് യു.